റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസെടുത്ത ജയിൽ ഡിഐജി MK വിനോദ് കുമാറിനെതിരെ മുൻപും ഗുരുതരമായ കണ്ടെത്തലുകൾ. ഡിഐജി രാത്രികാലങ്ങളിൽ ജയിലുകൾ സന്ദർശിച്ചത് ദുരൂഹമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സന്ദർശനങ്ങൾ നീണ്ടുനിന്നത് മിനിറ്റുകൾ മാത്രമാണ്. യാത്രകൾ സ്വകാര്യ ആവശ്യത്തിനെന്നും കണ്ടെത്തൽ. പലതവണ മറ്റ് ഡിഐജിമാർ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഹരിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, വളരെ വളരെ ദുരൂഹമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അധോലോകത്തിന്റെ രീതിയിലായിരുന്നു ഇയാളുടെ പരിപാടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾക്ക് ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത വിധമാണ് DIG വിനോദ് കുമാർ പല നീക്കങ്ങളും നടത്തിയിരുന്നത്. ജയിലുകളിലൊക്കെ രാത്രിയിൽ ഇയാൾ പോയി സന്ദർശിക്കുക, ഇയാളുടെ ചുമതലയില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം. ഇതെന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരി, ഈ വിനോദ് കുമാറിന്റെ സർവീസ് ജീവിതം മൊത്തം ദുരൂഹമാണോ ഹരി? അരുൺ, തീർച്ചയായിട്ടും അടിമുടി ദുരൂഹതയാണ് MK വിനോദ് കുമാറിന്റെ സർവീസ് കരിയർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 മുതൽ ഇങ്ങോട്ട് പല തവണയായി ഇത്തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ അതാത് DIGമാർ, മധ്യമേഖലാ DIG ഒക്കെ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ജയിൽ വകുപ്പിന്. പക്ഷേ ജയിൽ മേധാവി അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജിലൻസിന്റെ പിടിയിൽപ്പെടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചതും. അതായത് ഈ വിനോദ് കുമാർ നിരന്തരമായിട്ട് പല ജയിലുകളിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൂവാറ്റുപുഴ സ്പെഷ്യൽ ജയിൽ അടക്കമുള്ള പൊൻകുന്നം സബ് ജയിൽ, അതുപോലെ തന്നെ കോട്ടയം ജില്ലാ ജയിൽ, ഇവിടങ്ങളിലൊക്കെ നിരന്തരമായ രാത്രികാല സന്ദർശനങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഔദ്യോഗിക സന്ദർശനങ്ങളാണ് എന്നുള്ള തരത്തിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളും അതാത് ജയിലുകളിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ അതാത് ചുമതലയുള്ള DIGമാരെ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. രാത്രികളിൽ ഇങ്ങോട്ടേക്ക് വരും. ഒരു 20 മിനിറ്റ്, 25 മിനിറ്റ്, 15 മിനിറ്റ് ഒക്കെയാണ് ഈ വിനോദ് കുമാർ അവിടെ ചെലവഴിക്കുക. അത് എന്തിനാണ് എന്നുള്ളതാണ് മധ്യമേഖല IG യുടെ ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിനൊന്നും കൃത്യമായിട്ട് മറുപടി ലഭിച്ചില്ല. പിന്നീട് ഇവരുടെ നിലയ്ക്ക് നടത്തിയിട്ടുള്ള ചില അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ ജയിൽ മേധാവിക്ക് നൽകുകയുണ്ടായി. അതായത് പലരെയും ജയിലുകളിൽ ചെന്ന് കാണുന്നുണ്ട്. ഇതൊന്നും തന്നെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമല്ല. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ എത്തിക്കൊണ്ടാണ് ഈ കാണൽ. അതായത് അധികാര ദുർവിനിയോഗം വരെ നടത്തുന്നു. മാത്രമല്ല, ഈ കൈക്കൂലി വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനാണോ ഈ കൂടിക്കാഴ്ച എന്നുള്ള തരത്തിൽ ചില സംശയങ്ങൾ അന്ന് ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല. അന്ന് അക്കാലത്ത് ഒരു DIG ഇദ്ദേഹത്തിന്, ഉത്തരമേഖല DIG അടക്കം ഇദ്ദേഹത്തിന് അങ്ങോട്ട് കത്തെഴുതുകയുണ്ടായി. ഞങ്ങളുടെ അനുവാദം വാങ്ങാതെ അല്ലെങ്കിൽ ഞങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ ഇത്തരത്തിൽ ജയിൽ സന്ദർശനം നടത്തുന്നതൊക്കെ തന്നെ ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കത്ത്. പക്ഷേ ആ കത്തിന് മറുപടി ഒന്നും ലഭിച്ചില്ല. തുടർന്ന് ജയിൽ മേധാവിയെ ബന്ധപ്പെടുകയുണ്ടായി. ജയിൽ മേധാവിയും ഇതിന് അനുകൂലമായ ഒരു നടപടി സ്വീകരിച്ചില്ല. പക്ഷേ പിന്നീടാണ് വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ, കണ്ടെത്തലുകളൊക്കെ തന്നെ നടത്തിയത്. അതായത് പരോളിന് വേണ്ടി ഒപ്പം തന്നെ ജയിലിൽ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതിന് വേണ്ടി TP കേസ് പ്രതികൾക്ക് വരെ വലിയ രീതിയിൽ സഹായം ചെയ്തു കൊടുത്ത ആളാണ് വിനോദ് കുമാർ എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസെടുത്തതും ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. അരുൺ, ഓക്കെ, താങ്ക് യു.